പ്രതീക്ഷയുടെ അവസാന കിരണവും അസ്തമിച്ച് നിരാശയുടെ ഏകാന്തമായ ഇരുളിൽ വീണുപോയ അറിയപ്പെടാത്ത ചില മനുഷ്യജീവികളെ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ് അലിവിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഈ തണലിടം. തണൽ റീഹാബിലിറ്റേഷൻ സെന്റർ. കൂടെ നടക്കാൻ, ഇത്തിരി സ്നേഹത്തിൻ്റെ ഇളം പുഞ്ചിരി കൊണ്ട് തഴുകാൻ ആരുമില്ലാതെ പോയവർക്ക് സാന്ത്വനത്തിൻ്റെയും പരിചരണത്തിൻ്റെയും സ്നേഹഭൂമികയായി തീരുന്നു ഇവിടം. ഒരു ജീവിതത്തിന്റെ വേദനയത്രയും സ്വരത്തിൽ ആവാഹിച്ച് ഒരു ഗായകൻ തന്റെ ഗാനം പെയ്തു തീർക്കുന്നു. അപാരമായ സമാധാനത്തിന്റെ തീരത്ത് പ്രഫുല്ലമായ പകലിരവുകളിൽ പഴങ്കഥകളും ഓർമ്മച്ചിന്തകളും വഴിയുന്ന മനസ്സുമായി ഉല്ലാസയാത്രയ്ക്കിറങ്ങുന്നത് ഇവരും സ്വപ്നം കണ്ടിരുന്നു. കളിചിരികളുടെ തൂവലുകൾ കൊണ്ടു തീർത്ത വീട്ടിൽ എണ്ണിയാലൊടുങ്ങാത്ത നിമിഷങ്ങൾ, ആനന്ദത്തിന്റെ നിമിഷങ്ങൾ ഇവരും സങ്കല്പിച്ചിരുന്നു. കൺമുമ്പിൽ വെച്ച് ഇവർക്ക് ജീവിതം നഷ്ടപ്പെട്ടു. ഒറ്റപ്പെടലിന്റെ ശബ്ദമായ ദിനരാത്രങ്ങൾ. ആർക്കും വേണ്ടാതെ, ആരാലും പരിഗണിക്കപ്പെടാതെ പുറന്തള്ളപ്പെട്ടു ഇവർ. വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ നിന്ന്. അതിഥികളായ ആളുകൾക്കുള്ള അതിഥി മന്ദിരം, അതോടൊപ്പം തന്നെ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സ്പാസ്റ്റിക് സെന്റർ, സംസാരത്തിന് വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സ്പീച്ച് തെറാപ്പി സെന്റർ, ഓക്യുപേഷൻ തെറാപ്പി, അതോടൊപ്പം തന്നെ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂൾ. അതിന് പുറമെ നിർദ്ധനരായ പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ തെറാപ്പി, ഒപ്പം തന്നെ നിർദ്ധനരായ അപസ്മാര രോഗികൾക്കുള്ള തുടർ ചികിത്സാ പദ്ധതി. ഇത് കൂടാതെയാണ് തണൽ ഡയാലിസിസ് സെന്ററിലേക്കും മാനസിക രോഗം ബാധിച്ചവർക്കുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്കും. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഗതികളായ നൂറുകണക്കിനുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുവാൻ നമുക്കൊന്നിച്ച് കൈകോർത്തുകൊണ്ട് തണലെന്ന ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഓർമ്മയിൽ ഇവരും സൂക്ഷിക്കുന്നുണ്ടാവാം ഒരു പാട്ട്. അതിൻ്റെ വരികൾ, മുഴക്കങ്ങൾ, നിശബ്ദത, പിന്നെ കരച്ചിൽ പോലെ അതിൻ്റെ താളവട്ടം. തണലിലെ നിമിഷങ്ങൾ സാന്ദ്രമായ വിശ്രാന്തിയിലേക്ക് അങ്ങനെ